നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. തിരഞ്ഞെടുപ്പ് പരാജയത്തിലുള്ള കനത്ത നാണക്കേട് മറയ്ക്കാൻ അസാധാരണ നീക്കവുമായി CPM. RDPയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളവും ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ. അതെ, UDF സർക്കാരിന് ശ്വസിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ തുടക്കം മുതൽ കടന്നാക്രമിക്കാനാണ് CPM നിർദ്ദേശം. യവന്മാരെ തോപ്പിക്കാൻ ദിവസവും നാടുനീളെ ഹർത്താലും ബന്ദ് സംഘടിപ്പിക്കണം. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജനകീയ പ്രഖ്യാപനങ്ങൾ വന്നതോടെ CPM നിർദ്ദേശം നേതാക്കൾ നടപ്പാക്കി തുടങ്ങി. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. UDF സർക്കാരിനുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും തുടക്കം മുതലേ മുതിർന്ന നേതാക്കൾ തുറന്നു കാട്ടണമെന്നാണ് പാർട്ടി നിർദ്ദേശം. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങൾ പരമാവധി സർക്കാരിനെ ആക്രമിക്കാൻ പ്രയോജനപ്പെടുത്താൻ ജില്ലാ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. പഴയതുപോലെ അനാവശ്യ കാര്യങ്ങൾക്ക് സമരം ചെയ്യാൻ തൊഴിലാളികളെ കിട്ടില്ല. വിദ്യാർത്ഥികളാണ് നല്ലത്. ആശമാരുടെ ശമ്പള വർധനവിൽ ബാലഗോപാൽ കടന്നാക്രമിച്ചതും ഇക്കാരണത്താലാണ്. സർക്കാർ മികച്ചതാകുമെന്ന് തോന്നൽ ജനങ്ങൾക്ക് കൊടുക്കാൻ അവസരമൊരുക്കരുതെന്നാണ് പാർട്ടി നിർദ്ദേശം. പിള്ളേരെ മുഴുവൻ തെരുവിലിറക്കി വാഹനങ്ങൾ തല്ലി തകർക്കണം. ഭരണം നിശ്ചലമാക്കണം. ജനങ്ങളുടെ ആഗ്രഹപ്രകാരം VD സതീശനെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കിയെന്ന പ്രതീതി CPM-ന് ക്ഷീണമുണ്ടാക്കിയിരിക്കുകയാണ്. ജനജീവിതം സ്തംഭിക്കണം, പോലീസ് ഞെട്ടണം, സർക്കാർ ആടി ഉലയണം. സർക്കാരിനെ കടന്നാക്രമിക്കുന്നതിലൂടെ പരാജയത്തിൽ തങ്ങളുടെ നേർക്ക് വരുന്ന ആക്രമണങ്ങൾ കുറയ്ക്കുകയാണ് CPM നേതാക്കൾ ലക്ഷ്യമിടുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. സർക്കാർ മികച്ചതാകുമെന്ന് തോന്നൽ ജനങ്ങൾക്ക് കൊടുക്കാൻ അവസരമൊരുക്കരുതെന്നാണ് പാർട്ടി നിർദ്ദേശം. ഈ ചൂടുകാലത്ത് സോവിയറ്റ് യൂണിയനിലെങ്കിലും പോയി താമസിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നായിന്റെ മക്കൾക്ക് ബുദ്ധി ഉദിച്ചു വന്നപ്പോഴേക്ക് പാർട്ടി മണ്ണിനടിയിലായി. എന്റെ അരിവാളെ തല പോവാതെ നോക്കണേ.